ഹായ്, നമുക്ക് ആദ്യം ഒരു ആർട്ടിക്കിളൊന്ന് വായിക്കാം. ഓൺലൈൻ ചാനൽ ഉടമയും സ്വയം പ്രഖ്യാപിത ചാരിറ്റി പ്രവർത്തകനുമായ കാസർഗോഡ് സ്വദേശി അബ്ദുൾ ഖാദർ എന്ന ഖാദർ കരിപ്പൊടിക്കെതിരെ കുറ്റകരമായ മനഃപൂർവ്വമുള്ള നരഹത്യ നടത്താനുള്ള ശ്രമത്തിനടക്കം കേസെടുത്ത് കാസർഗോഡ് പോലീസ്. മനഃപൂർവ്വമായിട്ട് ഒരാളെ തട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് കേസെടുത്തിട്ടുണ്ട് കാസർഗോഡ് പോലീസ്. കൂട്ടുപ്രതികൾക്കൊപ്പം ചേർന്ന് കാസർഗോഡ് പള്ളിക്കര സ്വദേശി പേനാക്കത്തിയും ഇന്റർലോക്കിന്റെ കല്ലും ഉപയോഗിച്ച് ആക്രമിക്കുകയും ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റകരമായ മനഃപൂർവ്വമുള്ള നരഹത്യ നടത്താനുള്ള ശ്രമത്തിനടക്കം ഗുരുതര വകുപ്പുകൾ ചേർന്നത്. പിടിച്ച ജാമ്യമില്ല എന്ന് ചുരുക്കം. നിലവിൽ ഇയാൾ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന സൂചന. അതെന്ത് ഖാദറണ്ണ, അണ്ണൻ ഭയങ്കര ശക്തിമാനല്ലേ, ജട്ടിമാൻ സത്യമാൻ, എന്താ ഒളിച്ചിരിക്കണത്? കേരളത്തിലെ ഓൺലൈൻ ഇൻഫ്ലുവൻസർമാരെ കൂട്ടുപിടിച്ച് KIC കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ കിക്ക് എന്നു പേരുള്ള ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. അതിൻ്റെ പ്രസിഡന്റും ഇയാൾ തന്നെയാണ്. പ്രസിഡന്റ് അണ്ണൻ കൊലപാതകിയ. ഇതിനു മുൻപ് പോലീസുകാരെ ആക്രമിച്ച കേസിലും KSEB ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും അടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. മുൻപ് പോലീസിനെ ആക്രമിച്ച കേസിൽ കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു. കാസർഗോഡ് മുസ്ലിം ലീഗ് MLA കല്ലട മാഹീൻ ഹാജിക്കൊപ്പം നിരവധി സ്വകാര്യ പൊതുചടങ്ങുകളിൽ ഇയാൾ സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ലിങ്ക് മനസ്സിലായില്ലേ എന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നത് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് കാണാം. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾക്കൊപ്പമുള്ള വീഡിയോകളും ഇയാൾ അടുത്ത കാലത്തായി സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി പങ്കുവച്ചിരുന്നു. രാഷ്ട്രീയ രംഗങ്ങളിൽ ഇത്തരത്തിലുള്ളവർ നുഴഞ്ഞു കയറുന്നത് സർക്കാരിൻ്റെ പരാജയമാണ്. ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്രൈംസൊക്കെ മിസ്റ്റർ ഖാദർ കരിപ്പടിയുടെ ക്രൈംസാണ്. അതിൽ 6-18, 803-18, 780-18, 1, 2, 3, 4, 5, 6, 7, 8 കേസേ ഉള്ളോളെന്ന് വിചാരിക്കല്ലേ. ഇഷ്ടംപോലെ കേസുണ്ട്. ഞാൻ കളക്ട് ചെയ്തതിൽ 8 കിട്ടിയുള്ളൂ. നല്ല ഫസ്റ്റ് ക്ലാസ് തിരുട്ട് മിറാണ്ടി, ഒരു പാവപ്പെട്ടവനെ അടിച്ച് നശകൊശയാക്കിയേക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസ്. പള്ളിക്കര സ്വദേശി അബ്ദുൾ അഹാദിന്റെ പരാതിയിലാണ് കേസ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി അബ്ദുൾ അഹാദിനെ ഖാദർ കരിപ്പൊടിയും സംഘവും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. അരുൺ പൂപ്പറമ്പാപേരുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. എന്താണ് ഖാദർ കരിപ്പൊടിയുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്? സ്മൃതി, ശനിയാഴ്ച രാത്രിയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം കാസർഗോഡ് അണങ്കൂരിൽ. എന്ത് കുന്തോന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് കൂടുതൽ ഡെപ്തിലൊന്നും പോകുന്നില്ല. ഞാൻ കുറച്ച് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഖാദർ കരിപ്പടി റിലേറ്റഡ് ആയിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. മുമ്പൊരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം, ഇതുപോലുള്ള കിക്ക് എന്ന സംഘടന തുടങ്ങുന്ന സമയത്ത് കിക്കിൻ്റെ സംഘാടകരായിട്ട് വന്നിട്ടുള്ള മെജോറിറ്റി ആൾക്കാർ ഇതുപോലെ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ്. അതിൽ ഒരാളാണ് മല്ലു ട്രാവലർ. നിങ്ങൾക്കറിയാം, സൗദിയുമായിട്ടുള്ള നമ്മളുടെ ആഭ്യന്തര ബന്ധം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഗതി. അവിടെ നിന്ന് വന്നൊരു പെൺകുട്ടിയെ മുറിയിലേക്ക് ക്ഷണിച്ചു ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു കേസുണ്ട്. അന്ന് അതിനെതിരെ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ പേഴ്സണൽ ഗ്രഡ്ജ് അളവി എന്നെ ഒതുക്കാൻ വേണ്ടി ഈ കരിപ്പൊടി ഭയങ്കരമായിട്ട് ഇറങ്ങിയിരുന്നു. എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ എന്നെ ഒരാൾ തെറി പറയുകയും ആ തെറിക്ക് ഞാൻ തിരിച്ച് പറയുകയും ചെയ്യും. എൻ്റെ കുട്ടിയെ ചേർത്ത് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അവൻ്റെ കുട്ടിയെ ചേർത്ത് പറഞ്ഞത് മാത്രം എടുത്തുകൊണ്ട് പോയി ഖാദർ കരിപ്പൊടിയുടെ കുട്ടിയെ പറഞ്ഞു എന്ന് നുണപ്രചരണം നടത്തി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയവനാണ് ഈ ഖാദർ കരിപ്പൊടി. അന്ന് ഇവൻ്റെ ഹിസ്റ്ററി ഫുള്ള് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് പബ്ലിക് ചെയ്തു. ഒരാൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അന്ന് കൂട്ടത്തോടെ ഒരു ആക്രമണമാണ് ഞാൻ കണ്ടത്. കിക്കിൽ സംഘാടകരായിട്ടുണ്ടായിരുന്ന യൂട്യൂബേഴ്സ് അസോസിയേഷൻ ഒന്നടങ്കം നിന്നുകൊണ്ട് എന്നെ തെറി താത്ത എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളി ബഹളമായിരുന്നു. ഇന്നിപ്പം തെളിവുൾപ്പെടെ വന്നിട്ടുണ്ട്. 1-2 കേസൊന്നുമില്ല, 10-16 കേസുണ്ട് അവൻ്റെ പേർക്ക്. ഇങ്ങനൊരു ക്രിമിനലാണ് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നമുക്കിടയിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ സഫാ മെഹനുവിൻ്റെ പ്രശ്നം വന്നപ്പോൾ സഫാ മെഹനു ഓടിക്കേറിയത് ഈ ഇൻഫ്ലുവൻസറിൻ്റെ മടിയിലേക്കാണ്. അങ്ങനെ ആ മടിയിലിരുന്നു കൊണ്ടാണ് അവർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ പറ്റി അവർ പറഞ്ഞത്. പിന്നീട് നോക്കുമ്പോൾ സഫാ മെഹനു പോയി അവനോട് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് ഒരു കഥയില്ലാത്ത പെണ്ണാണെന്നുള്ളത് നമ്മൾ വിട്ടു. പക്ഷേ
ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുകയും ഇൻഫ്ലുവൻസർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുമ്പോൾ പല പെൺകുട്ടികളും ഇവൻ്റെയൊക്കെ വലയിൽ പോയി വീഴും. ഇവനൊക്കെ പക്ക ബോൺ ക്രിമിനലുകളാണ് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാറാക്കിയിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്തോ സാമ്പത്തിക ഇടപാടാണ്. സാമ്പത്തിക ഇടപാടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുകയില്ല വേണ്ടത്, തല്ലുകയാണോ വേണ്ടത്? ഗുണ്ടായിസം, പോലീസ് സ്റ്റേഷൻ അതിക്രമം, പോലീസ് സ്റ്റേഷനിൽ CI കയറി തല്ലൽ, അതേപോലെ KSEB ഉദ്യോഗസ്ഥരെ തല്ലൽ, ഒരുപാട് കേസുകൾ ഇവൻ്റെ പേർക്കുണ്ട്. പക്ഷേ ഇവൻ അറിയപ്പെടുന്നത് നന്മ മരമെന്നാണ്. എവിടെ ചാരിറ്റി ഉണ്ടോ അവിടെ ഭയങ്കരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകതര സാധനമാണ് ഖാദർ കൂക്കുപ്പൊടി. ഇടയ്ക്ക് വെച്ചൊരു വിഷയം വന്നിരുന്നു. ഞാനത് അത്ര എടുക്കാൻ പോയില്ല, കാര്യമാക്കാൻ പോയില്ല, താല്പര്യമില്ല എന്ന് വെച്ചിട്ട് വിട്ടു കളഞ്ഞു. പക്ഷെ നിർത്തി വയ്ക്കുമെന്ന് വിചാരിച്ചാൽ കോൺസ്റ്റൻ്റ്ലി ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ കൂട്ടായ്മയുടെ മറ്റൊരു ഖണ്ണിയാണ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. നിങ്ങളൊക്കെ പറയുന്നതൊക്കെ സായി കൃഷ്ണ പാവമായിരിക്കാം, അഫ്കോഴ്സ് നല്ലവരായിരിക്കും. പക്ഷെ സായിക്ക് ചുറ്റും നിൽക്കുന്നതൊക്കെ ക്രിമിനൽസാണ്. അതൊരു ഭയങ്കരമായ പ്രശ്നമാണ്. അത്തരത്തിൽ ഒരു നരേഷൻ വരുമ്പോൾ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഇവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഫോണ് വാങ്ങിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഹവാല, സ്വർണ്ണക്കടത്ത്, പെൺവാണിഭം തുടങ്ങി ഇത്യാദി കുൽസിത കർമ്മങ്ങളൊക്കെ പുറത്തു വരാൻ ചാൻസ് ഏറെയാണ്. ഇനി അതിലേക്കൊന്നും ഞാൻ പോകുന്നതിനെ പിന്നെ എല്ലാവർക്കും പെൺവാണിഭം ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാവർക്കും സ്വർണ്ണക്കടത്തൊന്നും പറഞ്ഞിട്ട് ഇവരൊക്കെ ബേസിക്കലി ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അതുപോലെ ഈ വിഷയത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ VD സതീശൻ്റെ സർക്കാർ കയറിയപ്പോൾ പറഞ്ഞതായിരുന്നു ഇവിടെ ഗുണ്ടകളെ തട്ടിയിട്ട് നടക്കാൻ വയ്യാന്ന്. ശരിയാ. ഓൺലൈൻ ഗുണ്ടാസ് ഉണ്ടായിരുന്നു, സൈബർ ഗുണ്ടാക്കളുണ്ട്, ഇല്ലെന്ന് തർക്കമൊന്നുമില്ല, അങ്ങനത്തെ കുറേ ഗുണ്ടാസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇമാതിരി ആളെ അടിച്ച് കൊല്ലാറാക്കിയിട്ട് ഒളിച്ച് നടക്കാൻ പറ്റുന്ന ഗുണ്ടകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സർക്കാർ സംവിധാനം എന്തായാലും പിണറായി വിജയൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഗുണ്ടകളെയൊക്കെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് നിങ്ങളുടെ ആൾക്കാരായതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് ഇങ്ങനെ കയറൂരി അങ്ങ് പുറത്തേക്ക് വിട്ടിരിക്കണം, അല്ലയോ? നല്ല സൂപ്പർ സർക്കാരാണ്. ഒരുത്തന്നെ അവൻ 24 മണിക്കൂറും വീഡിയോ ഇടുന്നത്, ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പമാണ്. VD സതീശൻ്റെ ഒപ്പമുള്ളതുകൊണ്ട്. VD സതീശൻ്റെ സ്വന്തം കൂട്ടുകാരൻ ഒരാളെ അടിച്ച് കൊല്ലാറാക്കി അവനെ കൊല്ല ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. പക്ഷേ അണ്ണനിക്ക് ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ല, ഒളിച്ചു കിടക്കുകയാണെന്ന്. പിന്നെ കേരളത്തിലില്ല, അയാൾ വേറെ എവിടെ പോയിരിക്കുക. ഇവനെയൊന്നും പോലീസ് പിടിക്കുകയില്ല. ഇതൊക്കെ പറയണത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. ഇതിൽ സീക്രട്ട് ഏജൻറ്റ് എൻ്റെ മകനെതിരെ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓർമ്മയുണ്ടോ എന്നറിയില്ല നിങ്ങൾക്കൊക്കെ. ഞാൻ പാസ് ചെയ്ത് വന്ന ഒരു പാത്താണ് ഞാൻ ഈ പറയുന്നത്, എക്സാഗ്രേഷനൊന്നുമല്ല. ഇവരെൻ്റെ മകനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്കിടയിലുള്ള ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു നിങ്ങളുടെ മകനെ കൊല്ലാൻ കൊടുക്കുകയാണ്. എന്തിനെന്ന് മനസ്സിലായോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന്. എൻ്റെ റിയാക്ഷൻ വീഡിയോ സഹിക്കാൻ വയ്യാതെ എന്നെ കൊല്ലാനായിട്ട് പറ്റാത്തത് കൊണ്ട് എൻ്റെ മകനെ കൊന്ന് എന്നെ ഒതുക്കാനായിട്ട് ഈ കിക്ക് എന്ന സംഘടന ഇനിഷ്യേറ്റീവ് എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ രത്നം ചുരുക്കം. ഇങ്ങനെയുള്ള ക്രിമിനൽസുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ ശാപം. ഇവന്മാർക്കൊക്കെ ചാനലും ഉണ്ട്. ആ ചാനലിൽ ത്രൂ നാട്ടുകാരെ എല്ലാം ബ്ലാ അടിച്ച് കൂടെ നിർത്തിയിട്ട് ഇവന്മാരൊക്കെ കാണിക്കുന്ന പക്ക ഫ്രോഡുവലൻ്റ് ആണെന്ന് ഇതിൽ കൂടുതൽ എവിഡൻസ് വെച്ച് പറയാനാകത്തില്ല. എന്നാലും കാക്കപ്പൊടി സൂപ്പറാ, കാക്കപ്പൊടി ഡൂപ്പറാ, ജാസ്മിൻ ജാഫറിൻ്റെ സ്വന്തം ആളാ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അന്നൊക്കെ എന്തുവായിരുന്നു തില്ലാലങ്കടികൾ. ദിയാസുനയുടെ മടിയിലിരിക്കുന്ന ആളാ. ഇതൊക്കെ ക്രിമിനൽസ് ആണെന്നുള്ളത് അന്നും ഇന്നും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞൊരു വ്യക്തിയുള്ളത് ഞാനാ. എന്തുകൊണ്ടെന്നറിയാമോ? നമുക്കങ്ങനെ ഭയമില്ല, അങ്ങനെ ഭയപ്പെടേണ്ട അവസ്ഥയില്ല. പക്ഷെ ഇവരൊക്കെ കൊല്ലാനും മടിക്കാത്ത ആൾക്കാരാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പം ആ പയ്യന് സംഭവിച്ചത്. എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം, ജയിലിടിഞ്ഞ വെളിയിൽ ഇറക്കരുത്. കാരണം ഒരാളെ അടിച്ച് മൃതപ്രായനാക്കാൻ മാത്രം തൻ്റെ അവന് വന്നിട്ടുണ്ടെങ്കിൽ നിയമത്തിനെയൊക്കെ അവൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു വൃത്തികെട്ടവനെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് അവൻ്റെ അക്കൗണ്ട് വരെ ബ്ലോക്ക് ചെയ്ത് ദൂരെ കളയണം, അവൻ്റെ ചാനൽ ഡീബാർ ചെയ്യണം. ഒരു കാരണവശാലും അങ്ങനെ ഒരു സാധനം അവൻ ഉപയോഗിക്കാൻ കൊടുക്കരുത്. ക്രിമിനൽസുകളെല്ലാം കൂടെ ഇരുന്ന് ചാനൽ തുടങ്ങി അതിൽ കൂടെ ഉണ്ടംപൊരി ഉണ്ടാക്കുന്നു. പലരെയും അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. 40, 50, 60 കേസുള്ളവർക്കൊക്കെ ചാനലുണ്ട്. അതിൽ കൂടെ വേദാന്ത പ്രസംഗം, ആ പ്രസംഗത്തിൽ കൂടെ തങ്ങൾ വലിയ സംഭവമാണെന്ന് പറയുക. ദിയാസനയ്ക്കെതിരെ MDMA കേസ് വന്നപ്പോഴത്തേക്കൊന്നും ഇവരുടെയൊക്കെ അണ്ണാക്കി പിരിവെട്ടി. കാരണം കിക്ക് സംഘടനയിലുള്ളവരാരും അതെടുക്കൂല. ഇപ്പുറത്ത് ഷെഫീനയല്ലേ, ഷെഫീന നയിച്ചാ, അപ്പോൾ ഷെഫീന പറയണതൊന്നും എടുക്കത്തില്ല. അതേസമയം കിക്കന്മാരാരെങ്കിലും ഞോണ്ടി നോക്കിക്കാണ് അപ്പോൾ എടുക്കുന്നതാണോ?
അപ്പുറത്തൊരാൾ തുമ്മിയാൽ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഈ സാധനം എടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടുക്കൂല. ഈ വീഡിയോ എടുക്കാത്തവരൊക്കെ കിക്ക് എന്ന സംഘടനയിൽ ഉള്ളവരായിരിക്കും. കിക്ക് എന്ന സംഘടനയെ ഭയപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കും. തീർച്ചയായിട്ടും ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഒരു ന്യൂസാണ്, അറിയണ്ടേ, നാട്ടുകാർ അറിയണം എന്നുള്ളതാണ്. പക്ഷേ കിക്കന്മാരെല്ലാവരും കൂടെ ഇതെടുക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് ഇവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിൽ കൂടെ കുറേയധികം കാര്യം പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനുണ്ട്. ക്രിമിനലുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കിക്ക്. ക്രിമിനൽസുകൾ മാത്രമുള്ളതാണ്. നമ്മൾ പുറം മൂടിയായിട്ട് കാണുന്ന കുറേ പേരുണ്ടല്ലോ, ഈ നന്മ മരം ചമഞ്ഞ് നടക്കുന്ന കുറേ പേര്. ഞാൻ അവനെ സഹായിച്ചു, ഇവനെ സഹായിച്ചു, ഞാൻ അവിടെ വീട് വെച്ച് കൊടുത്തു, ഇതൊക്കെ ഫണ്ട് റേസ് ചെയ്യാനുള്ള അവന്മാരുടെ തന്ത്രങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ ഇവർ സോഷ്യൽ ഈവിൾസാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ 4 വർഷം മുമ്പ് പറഞ്ഞ കാര്യം 4 വർഷങ്ങൾക്കിപ്പുറം പ്രാവർത്തികമായിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ ആ ക്രിമിനലിസം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ പോയിന്റ്. ഇത് ഞാൻ 4 വർഷം മുമ്പ് പറഞ്ഞതാണ്. അന്ന് കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു, കുറേ വാഴകൾ ചേർന്നിട്ട്. ഇന്നുമുണ്ട് അതിൻ്റെ ഖണ്ഡികൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് പച്ചത്തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉൾക്കള്ളി ഇതാണ്. ഇവന്മാർക്കെതിരെ നിന്നാൽ കൂട്ടാക്രമണം ഉറപ്പിച്ചോളുക. ഇന്നവരെ ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിൽ നിന്ന് മാറി ചിന്തിക്കുകയോ ഇല്ല എന്ന് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം ശരിക്കും ആലോചിച്ചിട്ടായിരിക്കും ഒരു വീഡിയോ നമ്മൾ തരിക. ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ടാകും. ഇനിയും നിങ്ങൾക്ക് ഇവനെയൊക്കെ വിശ്വാസമാണെങ്കിൽ ഒന്നും പറയാനില്ല. ഖാദർ കരിപ്പൊടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാം മത വിശ്വാസികളോടാണ്, നിങ്ങൾ പാലൂട്ടി വളർത്തുന്നത് ഒരു മൂർഖനെയാണ്. അത് നാളെ നിങ്ങളെ തന്നെ തിരിഞ്ഞു കുത്താം. ഇവൻ്റെ ഈ ദുർനടപടികൾ കാരണം ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് തന്നെ വളരെ മോശപ്പെട്ട ഇതുണ്ടാകും എന്നുള്ള തർക്കമേ വേണ്ട. ഏതെങ്കിലും വായ്നോക്കികൾ വന്ന് കൂടെ നിന്നാൽ ഉടനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കുന്ന രാഷ്ട്രീയക്കാർ മനസ്സിലാക്കാൻ ഇവനൊക്കെ ഇതുപോലുള്ള ക്രിമിനലുകളാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ തൂങ്ങും. നിങ്ങളുടെ പദവി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കണം. ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യുക എന്നല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. ജനദ്രോഹപരമായ രാജ്യദ്രോഹികളുമായി നിന്നുകൊണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളതല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിലും എടുത്തതിൻ്റെ ബാക്കി പത്രമായിട്ടാണല്ലോ ഇപ്പോൾ ഈ അണ്ണാക്കി കിട്ടിയത്. അയാൾ പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ, ഇവനെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ, മേൽക്കൊണ്ടും ഇവൻ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പോവട്ടെ, കിക്കങ്ങട സംഘടന നീണാൽ വാഴട്ടെ. അതിനകത്തെ ഇനിയൊരു കൊണാണ്ടർ പിടിക്കപ്പെടാനുള്ളത് നമ്മുടെ വാഴ സായി മാത്രമാണ്. ബാക്കി എല്ലാം ഏകദേശം ഡപ്പയിലേക്ക് കയറിയിട്ടുണ്ട്. നുണയന്മാർ, ചതിയന്മാർ, തട്ടിപ്പുകാരന്മാർ, വെട്ടിപ്പുകാരന്മാരൊക്കെയാണ് കിക്ക് എന്ന സംഘടനയും കൊണ്ടിരിക്കുന്നത്. ഞാൻ അഭിമാനിക്കുന്നു ആ സംഘടനയിൽ ഞാനില്ലാത്തത്. സംഘടനയൊക്കെ വേണം. ഓൾ കേരള സോഷ്യൽ മീഡിയ അസോസിയേഷൻ നമ്മളൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും ആരും വന്ന് ചേരത്തില്ല. കാരണം അവിടെ ജെന്യുവനായിട്ട് നിൽക്കണം. അതേസമയം ഇവരൊക്കെ ഉണ്ടാക്കുന്ന കിക്കിലൊക്കെ ഇഷ്ടം പോലെ പോയി ചേരും, പൈസയും കൊടുക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് ഐക്യമുന്നണിയാണ് ഈ പറയുന്ന സാധനം. ഏത്? ക്രിമിനലുകളുടെ ഐക്യമുന്നണിയാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. അണ്ണ ഇങ്ങനെയൊന്നും അല്ലല്ലോ അണ്ണ പറഞ്ഞത്. ഈ സ്ത്രീ ഒരു സാമൂഹിക ദുരന്തമാണ്. ഈ സ്ത്രീ ഒരു സോഷ്യൽ ഈവിളാണ്. ഈ സ്ത്രീ കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രശ്നമാണ്. എന്നിട്ട് നീ എന്തൊളിച്ച് കിടക്കുന്നത്? ഈ സമയത്ത് പാടാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പാട്ട് ഞാൻ ഇവിടെ പാടും. ഞാനി മണപ്പൂണോണ് അമ്മാമണക്ക് മണിമാണ്. എടാ പണ്ടൊക്കെയാണ് പിന്നെ ഇപ്പം കുഞ്ഞ് കൂടെ അങ്ങ് തരുന്നു. ദൈവമുണ്ട് കേട്ടോ. എൻ്റെ യുക്തിവാദമൊക്കെ ഞാൻ എടുത്ത് കുപ്പയിലിട്ട്. ദെയർ ഈസ് ഗോഡ്. താങ്ക് യു സോ മച്ച്.